വോട്ട് ചോരി ആരോപണത്തിൽ പ്രതിരോധത്തിലായി പ്രതിപക്ഷ നേതാവ് രാഹുലും കോൺഗ്രസും. ആരോപണത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മ്യാൻമാറിലാണ് കൃത്രിമ ഡാറ്റ തയ്യാറാക്കിയത്. മ്യാൻമാറിലാണെന്ന് ഘർപഞ്ചി എന്ന എക്സ് ഹാൻഡിലിൽ പറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലേക്ക്, രാഹുലിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന വിവരങ്ങളാണ് ഘുർപഞ്ചി എന്ന എക്സ് ഹാൻഡിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഓഗസ്റ്റ് 7-നാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളുമായി രാഹുൽ വാർത്താസമ്മേളനം നടത്തി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചത്. ഈ ഡാറ്റയെക്കുറിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മ്യാൻമാറിലാണ് ഈ ഡാറ്റയുടെ സോൺ എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മ്യാൻമാറിലാണ് ഈ ഡാറ്റ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, തയ്യാറാക്കിയിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ നിലിമ, രാഹുലിൻ്റെ വോട്ട് ചോരി ആരോപണത്തിനും അതിന് പുറകിൽ വിദേശ ശക്തികളാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഡേറ്റാ വിവരങ്ങൾ രാഹുൽ മാധ്യമങ്ങൾക്ക് മുൻപിലൂടെ ജനങ്ങളിലേക്ക് പറഞ്ഞിട്ടുള്ള ഡേറ്റാ വിവരങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിലാണ് എന്നാണ്. മ്യാൻമറിലാണ് ഇതിൻ്റെ വിവരങ്ങൾ തയ്യാറാക്കിയതെന്ന വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും കോൺഗ്രസ് മുൻപോട്ട് വെച്ചിട്ടുള്ള ആരോപണങ്ങളുടെ ടൂൾ കിറ്റുകൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം വിദേശ ഹാൻഡിലുകൾ, വിദേശ കമ്പനികളോ അല്ലെങ്കിൽ വിദേശത്ത് നിന്നുള്ള രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ടൂൾ കിറ്റുകളും വിവരങ്ങളുമാണ് കോൺഗ്രസ് രാജ്യത്തെ പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കാറുള്ളത് എന്ന് നേരത്തെയും തെളിഞ്ഞിട്ടുള്ളതാണ്. കൂടാതെ ഈ വോട്ട് ചോരി ആരോപണത്തിൽ തന്നെ രാഹുൽ ഉപയോഗിച്ചിട്ടുള്ള ഡേറ്റകൾ പലതും തെറ്റാണ് എന്നുള്ളതും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖാമൂലം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഗൗരവമുള്ള വാർത്ത എന്നുള്ളത് രാഹുൽ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വിവരങ്ങളും അതിൻ്റെ വിശദാംശങ്ങളുമെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് മ്യാൻമറിൽ നിന്നാണ്, വിദേശ രാജ്യത്ത് നിന്നാണ് അതിൻ്റെ ഗൂഢാലോചന, ഈ ഒരു ആരോപണങ്ങളുടെ പിറകിലുള്ള ഗൂഢാലോചന നടന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടാതെ വോട്ട് ചോരി ആരോപണം ഇതിനോടകം തന്നെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണുള്ളത്. രാഹുൽ 102 വയസ്സോ അല്ലെങ്കിൽ 121 വയസ്സെല്ലാം ഉണ്ട് എന്ന് ആരോപിക്കുകയും അല്ലെങ്കിൽ ഒരേ അഡ്രസ്സിൽ തന്നെ നിരവധി പേരുണ്ട് എന്ന് ആരോപിക്കുകയും ചെയ്തവരെല്ലാം തന്നെ മഹാരാഷ്ട്രയിലും ബീഹാറിലുമെല്ലാമായി മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് വന്ന് ഞങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്ന രാജ്യത്തെ പൗരന്മാരാണ്, രാജ്യത്തെ വോട്ടവകാശമുള്ള പൗരന്മാരാണ്. വയസ്സിൻ്റെ കാര്യത്തിൽ ചില സാങ്കേതിക പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, അഡ്രസ്സിൻ്റെ കാര്യത്തിൽ ചില സാങ്കേതിക പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഈ രാഹുൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെ പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തി പറഞ്ഞതോടുകൂടി ആ വോട്ട് ചോരി ആരോപണത്തിൻ്റെ മുനയൊടിഞ്ഞിരുന്നു. പക്ഷേ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മൊത്തം തെരഞ്ഞെടുപ്പ് നടപടികളെയും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആരോപണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും അതിൻ്റെ ഡേറ്റാ വിവരങ്ങൾ തയ്യാറാക്കിയതും വിശദാംശങ്ങൾ തയ്യാറാക്കിയതും മ്യാൻമറിൽ നിന്നാണ്. വിദേശ ഇടപെടൽ ആ വിഷയത്തിലുണ്ടായി എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നീലിമ, ഈ മ്യാൻമാർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു ശത്രു രാജ്യത്തിന് തുല്യമായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ പലതവണ യാത്ര നടത്തി. നമുക്കറിയാം, ഈ മണിപ്പൂർ കലാപത്തിന് പിന്നിലൊക്കെ പ്രവർത്തിച്ച ഈ രാജ്യം ഈ മ്യാൻമാർ ആണെന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന പ്രവണത രാഹുൽ അത് ഉപേക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മുഴുവൻ സംശയനിഴലിൽ നിർത്തിയിരുന്ന ആ ഡാറ്റയ്ക്ക് പിന്നിൽ അവിടെ മ്യാൻമാറിലാണ് ഇത് തയ്യാറാക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമാണ് ഈ പുറത്തു വന്ന വിവരങ്ങൾ, ജിഷ്ണു? നിലമ, തീർച്ചയായും മ്യാൻമാർ ഭാരത വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ, ഗൂഢാലോചനകളിൽ മ്യാൻമാർ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിക നടപടികൾക്കൊപ്പം നിൽക്കുന്ന സമീപനവും പലപ്പോഴും മ്യാൻമാർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മ്യാൻമാറിൽ നിന്നാണ് ഈ വോട്ട് ചോരി ആരോപണത്തിൻ്റെ ഗൂഢാലോചനയും അതിൻ്റെ ഡേറ്റാ വിവരങ്ങളും വന്നത് എന്നുള്ളത് ഏറെ ഗുരുതരമായിട്ടുള്ള വസ്തുത തന്നെയാണ്. രാഹുലിൻ്റെ കാര്യത്തിൽ നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതാദ്യമായല്ല ഇത്തരത്തിൽ വിദേശ ശക്തികളുടെ ഇടപെടലുകളെ തുടർന്നുള്ള ആരോപണങ്ങളും ഭാരതത്തെ അപമാനിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെയും എല്ലാം അപമാനിക്കുന്ന പ്രവർത്തനങ്ങളും ആരോപണങ്ങളും വാക്കുകളും രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇത് ആദ്യമായല്ല. നേരത്തെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ടായിരുന്നു ഭാരതത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു എന്ന പരിഹാസ്യമായ പ്രസ്താവന രാഹുൽ നടത്തിയത്. ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം. ആ ഭാരതത്തിൽ ജനാധിപത്യ വ്യവസ്ഥ തകർന്നു എന്ന പ്രതികരണമായിരുന്നു രാഹുൽ കേംബ്രിഡ്ജ്
യൂണിവേഴ്സിറ്റിയിൽ നടത്തി. അത്തരത്തിൽ വിദേശ വേദികളിൽ നിന്നുകൊണ്ടും ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ രാഹുൽ നേരത്തെ നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടപടി ജനങ്ങളെ മുഴുവൻ സംശയത്തിലാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ മുഴുവൻ തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും വാക്കുകളും അതിൻ്റെ വലിയ ഡേറ്റ അനലൈസ് ആയിരുന്നു. അതായത് ആ വാർത്താ സമ്മേളനത്തിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തോ ആധികാരികമായിട്ടുള്ള വിഷയങ്ങൾ ഈ ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുന്നു എന്നതിലൂടെ രാഹുലിൻ്റെ മുൻപിലുള്ള സംശയങ്ങൾ മാത്രമായിരുന്നു അന്ന് പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിച്ചത്. ആ ഡേറ്റയും രാഹുൽ അന്ന് അവിടെ പറഞ്ഞിട്ടുള്ള വിവരങ്ങളും വിദേശ രാജ്യത്ത് നിന്ന് തയ്യാറാക്കിയതാണെന്നും മ്യാൻമറിൽ നിന്നാണ് അതിൻ്റെ ഗൂഢാലോചനയും ആ വിശദാംശങ്ങൾ തയ്യാറാക്കിയത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഖുർപഞ്ച് എന്ന് പറയുന്ന എക്സ് ഹാൻഡിലാണ് ഈ വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. അത് സ്ഥിരീകരിക്കുന്ന ഒട്ടേറെ തെളിവുകൾ ഈ ഖുർപഞ്ചിന്റെ വെളിപ്പെടുത്തലിൽ അടങ്ങിയിട്ടുമുണ്ട്. ഖുർപഞ്ച് എന്ന് പറയുന്നത് നേരത്തെയും ഈ രാഹുൽ നടത്തുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളെ കൃത്യമായി പല ഘട്ടങ്ങളിൽ തുറന്നു കാണിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഖുർപഞ്ച് എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു വെളിപ്പെടുത്തലാണ് ഈ വോട്ട് ചോരി ഡാറ്റ തയ്യാറാക്കിയത് മുഴുവൻ മ്യാൻമർ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളത്. ഓരോ സംസ്ഥാനത്തെയും ഈ ഡാറ്റകൾ തയ്യാറാക്കുന്ന സമയം ഇത് വളരെ കൃത്യമായി ടൈം സോൺ വെച്ചുകൊണ്ടാണ് ഈ ഖുർപഞ്ച് പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനെയും രാഹുലിനെയും പ്രതിരോധത്തിലേക്ക് നയിക്കുന്ന വൻ വെളിപ്പെടുത്തൽ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ കഴിയുമോ? നീലിമ, തീർച്ചയായും ഈ ഡേറ്റകളുടെ ക്രോഡീകരണം നടന്നിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിലാണ് എന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെ അതിന് ഉപയോഗിച്ചിട്ടുള്ള ചില വിവരങ്ങൾ കോൺഗ്രസ് ഉപയോഗിച്ചിരുന്നത് സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി, അതായത് CSDS കണക്കുകളായിരുന്നു ഈ വിശദാംശങ്ങൾക്ക് വേണ്ടി ഡേറ്റകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. ആ വിവരങ്ങൾ മുഴുവൻ തെറ്റായിരുന്നു എന്നുള്ളത് ജിഷ്ണു തുടർന്നോളൂ. നീലിമ, വിവരങ്ങൾ മുഴുവൻ തെറ്റായിരുന്നു എന്നുള്ളത് CSDSന്റെ കോ ഡയറക്ടർ സഞ്ജയ് കുമാർ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അറിയിക്കുകയും ആ ഡേറ്റകൾ മുഴുവൻ പൊതുമധ്യങ്ങളിൽ നിന്ന്, സമൂഹ മാധ്യമത്തിൽ നിന്ന് പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയുകയും ചെയ്തിരുന്നു. അതായത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ വലിയ പിഴവ് സംഭവിച്ചു എന്നുള്ളതായിരുന്നു CSDS വ്യക്തമാക്കിയത്. ആ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ വോട്ട് ചോരി ആരോപണത്തിലുള്ള വിശദാംശങ്ങൾ തയ്യാറാക്കിയത്. ആ ഡേറ്റ തന്നെ തെറ്റാണ് എന്ന് CSDS വ്യക്തമാക്കുകയും നിരുപാധികം മാപ്പ് പറഞ്ഞ ഡേറ്റകൾ പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കിയത് രാഹുലോ കോൺഗ്രസോ അല്ല, മറിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാകുന്നു. അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസും രാഹുലും കൂടുതൽ പരിഹാസ്യരാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നീലിമ, ജിഷ്ണു, ഇതിൽ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. സുപ്രിയയാണ് ആ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ടെക്നിക്കൽ ബഗ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇത്ര വലിയ ഒരു പാതകത്തിൽ നിന്നും, രാജ്യദ്രോഹ പ്രവൃത്തിയിൽ നിന്നും അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ കോൺഗ്രസിന്? നീലിമ, ഈ വിഷയത്തിൽ കോൺഗ്രസ് വിശദീകരണം ജനങ്ങൾക്ക് മുൻപിലേക്ക് നൽകേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ, വോട്ടെടുപ്പ് നടപടികളെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെയെല്ലാം സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ അത് എന്തു വസ്തുതയാണ് ഉണ്ടായിരുന്നത്, ഒപ്പം അത് തയ്യാറാക്കിയത് ആരാണ്, എന്താണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും 140 കോടിയിലധികം വരുന്ന ജനങ്ങളോടും കോൺഗ്രസ് വിശദീകരിക്കണമെന്ന് ഇതിനോടകം തന്നെ BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രദീപ് ഭണ്ഡാരി ഉൾപ്പെടെ BJPയുടെ വക്താക്കൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. വോട്ട് ചോരി ആരോപണത്തിൻ്റെ മുഴുവൻ ഡേറ്റയും വിശദാംശങ്ങളും തയ്യാറാക്കിയത് വിദേശത്ത് നിന്നാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നു. ആ വിവരങ്ങൾ തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് CSDSന്റെ രേഖകളായിരുന്നു, കണക്കുകളായിരുന്നു. ആ കണക്കുകൾ ഇപ്പോൾ NCP നേതാവ് PM സുരേഷ് ബാബു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഈ വോട്ട് ചോരി ആരോപണത്തിൽ വലിയ വെളിപ്പെടുത്തലാണ് ഒരു അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ഖുർപഞ്ച് എന്ന് പറയുന്ന എക്സ് ഹാൻഡിൽ പുറത്തുവിട്ട വിവരമനുസരിച്ച് ഈ രാഹുൽ ആധാരമായി ഉന്നയിച്ച ആ ഡാറ്റ തയ്യാറാക്കിയത് മ്യാൻമറിൽ വെച്ചാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എങ്ങനെയാണ്
NCP ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഈ പറയുന്ന കാര്യങ്ങളില് വോട്ട് ചോരി എന്ന് പറയുന്നതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രത്യക്ഷമായ വിവരം എന്താണെന്ന് ചോദിച്ചാൽ, അത് നേരത്തെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തതിന്റെ ആളുകൾ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കും. ആ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നതിന് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഒരു വിശദീകരണവുമില്ല. ആ വിശദീകരണം എന്ന് പറയുന്നത് പുതുതായി പ്രത്യേകിച്ചും 11 മറ്റോ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആ രേഖകൾ ഇല്ലാത്ത ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു കളയുകയാണ്. അങ്ങനെ പുറത്തു കളയുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിൽ ആ വസ്തുതയ്ക്ക് നിദാനമായ കാര്യങ്ങളാണ് ശ്രീ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന പുതിയ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വസ്തുത അംഗീകരിക്കുമ്പോൾ ആ വസ്തുത അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോ അതിന്റെ കൗണ്ടറായി ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അതിനെതിരായിട്ട് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടും സമഗ്രമായ ഒരു അന്വേഷണത്തിന് നമുക്ക് വിധേയമാക്കാം. എന്നിട്ട് ആ അന്വേഷണത്തിന് വിധേയമാക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഇത് ഫോൾസിഫിക്കേഷനിലൂടെ അല്ലെങ്കിൽ തെറ്റായ വഴികളിലൂടെയാണ് ഈ ആരോപണം ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതെങ്കിൽ അത് തെളിയിക്കാൻ വളരെ എളുപ്പമാണല്ലോ. മറിച്ച് അദ്ദേഹം ഇന്നലത്തെ പത്രത്തിലോ അദ്ദേഹത്തിന്റെ വാർത്ത കണ്ടു, ഇതിനേക്കാൾ കൂടുതൽ വിപുലമായ ചില കാര്യങ്ങൾ കൂടി പുറത്തു വരാനിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. രണ്ടിനെയും അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇതിന്റെ യഥാർത്ഥ പ്രശ്നം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രശ്നങ്ങൾ തുറന്നു കാണിക്കാൻ, എന്തെങ്കിലും വിധത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കാനൊക്കെ തീർച്ചയായും രാഹുലിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. ഈ രാജ്യത്തിനെതിരായ, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ഒരു ഡാറ്റ തയ്യാറാക്കുമ്പോൾ മ്യാൻമർ പോലുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ഈ ഡാറ്റ തയ്യാറാക്കുന്നു എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ്. അതെന്തിനാണ് മ്യാൻമാറിൽ പോയി ഇത്തരത്തിലൊരു ഡാറ്റ തയ്യാറാക്കാൻ രാഹുൽ തുനിഞ്ഞത്? അല്ലെങ്കിൽ രാഹുലിന് വേണ്ടി അത്തരത്തിലൊരു ഡാറ്റ ആ രാജ്യത്ത് നിന്നും തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അതാണ് നമ്മൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അതൊരു ഗൗരവമായി നമുക്കതിനെ അഡ്രസ് ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. മ്യാൻമർ എന്ന് പറയുന്നത് നമ്മുടെ ബോർഡർ രാജ്യമാണ്. ഒരു പക്ഷേ അദ്ദേഹം ഇതിന്റെ സ്വകാര്യത സൂക്ഷിക്കാൻ അവരെ ഉപയോഗപ്പെടുത്തിയതായിരിക്കാനാണ് സാധ്യത അവിടെയാണെങ്കിൽ. അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഈ രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് വെച്ച് ഇത്തരം കാര്യങ്ങളൊന്നും തയ്യാറാക്കാൻ പാടില്ല എന്നുള്ള പ്രോഹിബിറ്ററി ഓർഡർ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ രാജ്യത്തിന്റെ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചെയ്യരുതാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വോട്ട് ചോരി ആരോപണത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് രാഹുലും കോൺഗ്രസും നീങ്ങുകയാണ്.